തമിഴ്നാട്ടിൽ കോൺഗ്രസ് നേതൃത്വം കാട്ടിയത് ഇതെന്ത് നെറികേടാണെന്ന് നോക്കണേ. പ്രബലരായിരുന്ന DMK-ക്കൊപ്പം നിന്ന് അവർ നൽകിയ 5 സീറ്റ് അവരുടെ വോട്ടിൽ വിജയിച്ച് കയറി വരുമ്പോൾ അവരെ ഒപ്പം നിർത്തിയ DMK പരാജയപ്പെട്ട ഉടനെ അധികാര സ്ഥാനത്തേക്ക് TVK എന്ന വിജയുടെ പുതിയ പാർട്ടി വരികയാണ്. അവർക്ക് കേവല ഭൂരിപക്ഷമില്ല. ഒപ്പം നിന്നാൽ അധികാരം തരാമെന്ന് കോൺഗ്രസിനോട് പറഞ്ഞപ്പോൾ ഉടനടി അവർക്ക് പിന്തുണ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തൊരു രാഷ്ട്രീയ നെറികേടാണ്. ഇന്നലകളിൽ സഹായിച്ചവർ ഇന്ന് 5 സീറ്റെന്ന ലേബൽ ഉണ്ടാക്കി തന്ന DMK അവർ വീണാൽ അടുത്ത ഇടം തേടി അല്ലെങ്കിൽ അടുത്ത കടവിലേക്ക് പോകുന്ന പരിപാടി അത് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഏറ്റവും നെറികെട്ട പ്രവർത്തനമെന്നല്ലാതെ മറ്റൊന്നും വിളിക്കാനാകില്ല. ഇതിനെ സംബന്ധിച്ച് സ്റ്റാലിൻ പറഞ്ഞ വാക്കുകൾ കൃത്യമാണ്. കോൺഗ്രസ് പിന്നിൽ നിന്ന് കുത്തി. അതെ, ഒപ്പം നിന്നതിന് ശേഷം വീഴുമ്പോൾ പിന്നിൽ കുത്തി അടുത്തിടത്തേക്ക് ഉടനടി മനസാക്ഷിയില്ലാതെ ചാടിപ്പോകുന്ന രാഷ്ട്രീയം അതാണ് രാജ്യത്ത് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചത്. ഒപ്പം നിന്ന ഒന്നിൻ്റെ പതനമുണ്ടാകുമ്പോൾ അവർ വീണെങ്കിൽ വീഴട്ടെ, നമുക്ക് അടുത്ത പ്രബലരോടൊപ്പം ചേരാമെന്നുള്ളത് നമ്മൾ കോൺഗ്രസിനുള്ളിൽ കാണുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് സമാന മനോഭാവമാണ്. ഗ്രൂപ്പിനെ നയിക്കുന്നവർ വീഴുമ്പോൾ അവരെ കളഞ്ഞിട്ട് ആരാണോ പുതിയ ഗ്രൂപ്പ് ലീഡർ അവർക്ക് ചുറ്റാകെ കോൺഗ്രസ് അണികൾ നിലയുറപ്പിക്കും പോലെയാണ് ഇപ്പോൾ അധികാരത്തിലെത്താൻ സുവർണാവസരം ഉണ്ടായെന്നറിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ പിന്തുണ 5 MLA-മാരുടേത് TVK-ക്ക് കൊടുക്കാനായി തീരുമാനമെടുത്തത്. 236 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 118 സീറ്റാണ്. നിലവിൽ വിജയ്ക്ക് നേടാനായത് 110 സീറ്റ്. കോൺഗ്രസിൻ്റെ 5ഉം ലീഗ് ഉൾപ്പെടെയുള്ള മറ്റ് ചെറു പാർട്ടികളുടെ പിന്തുണ കൂടി ലഭിച്ചു കഴിഞ്ഞാൽ മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് വിജയുടെ പ്രതീക്ഷ. അങ്ങനെയാണ് ആദ്യമായി കോൺഗ്രസുമായി ചർച്ച ചെയ്തത്. കോൺഗ്രസിന് അവർക്ക് പിന്തുണ കൊടുക്കാമായിരുന്നു. DMK-യുമായി സംസാരിച്ച് അവിടുത്തെ രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം ചെയ്യാമായിരുന്നു. 39 MP-മാരുമായി ഇന്ത്യ അലയൻസ് DMK-യുടെ പിന്തുണയോടെയാണ് 100-ന് പുറത്ത് അംഗബലത്തിൽ നിലകൊള്ളുന്നത്. അത് പിൻവലിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയും ശോഷിക്കുന്ന അവസ്ഥയുണ്ടാകും. സംസ്ഥാനങ്ങളിലെ ചില കേവലമായ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി സ്വത്തും മറന്ന് കോൺഗ്രസ് അധികാരം തേടി പോകുമ്പോൾ അത് നഷ്ടപ്പെടുത്തുന്നത് കോൺഗ്രസിൻ്റെ തന്നെ അസ്തിത്വമാണെന്ന് നേതൃത്വം മറന്നു പോകരുത്.